മക്കളെ, ഇന്നൊരു കാര്യം പറയാനാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ വന്നത്. നമ്മൾ പെട്രോൾ പമ്പിൽ പോയപ്പോൾ പെട്രോള് അടിച്ചു കൊടുക്കാൻ നിൽക്കുന്ന ഒരു ആൻറ്റി, നല്ല ഏജ്ഡ് ആയിട്ടുള്ളൊരു ആൻറ്റിയാണ്. പുള്ളിക്കാരി അവിടുത്തെ യൂണിഫോം ഒക്കെ ഇട്ട് നിന്ന് വണ്ടിയിൽ എണ്ണ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. കാര്യം ഒത്തിരി ഏജ്ഡ് ആണ്. അപ്പം വയസ്സായ ആൾക്കാരെയൊക്കെ അങ്ങനെ ജോലിക്ക് പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടമാണ്. ഞാൻ പെട്ടെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും പ്രായമുള്ള ഇവരെ ഈ ഒരു പണിക്ക് വിടുന്ന അവരുടെ മക്കളുടെ ഫോൺ നമ്പർ ഒന്ന് മേടിച്ചിട്ട് ഞാൻ വിളിച്ച് ചോദിക്കട്ടെ. അതായത് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ, വയസ്സായ പേരൻസിനെ മക്കള് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു, നമുക്കൊരു ജോലിയാക്കി കഴിയുമ്പോൾ അമ്മയെ തൊഴിലുറപ്പിനും അല്ലെങ്കിൽ അച്ഛനെ തൊഴിലുറപ്പിനും അങ്ങനെയുള്ള പല ജോലികൾക്ക് ഒത്തിരി ഹാർഡ് വർക്കിന് അവർക്ക് ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്ത ജോലികളിലേക്ക് നമ്മൾ ഒരിക്കലും വിടാതെ പലരും അങ്ങനെ വിടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അച്ഛൻ ഇപ്പോഴും വാശി പിടിക്കും, എനിക്ക് ഓട്ടോ വേണമെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുക്കത്തില്ല. കാര്യം അച്ഛൻ അങ്ങനെ കഷ്ടപ്പെടണ്ട, അച്ഛൻ വീട്ടിൽ സുഖമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അച്ഛന് മാസം അച്ഛന് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, വയസ്സായ മാതാപിതാക്കളെ പലപ്പോഴും സങ്കടം തോന്നും. വയസ്സായ ഒട്ടും എഴുന്നേറ്റ് പോലും നടക്കാൻ കെൽപ്പില്ലാത്ത വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ വിടുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ വിടരുത്. ചേട്ടൻ എന്താ പറയാനുള്ളത്? അതായത് അവർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയായിരിക്കും. ആരും ഒരു ഒരു വിനോദത്തിന് വേണ്ടി വയസ്സുകാലത്ത് ജോലിക്ക് പോകത്തില്ല. ജോലി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡ് വർക്ക്. അതെ അവരുടെ കൊണ്ട് പറ്റാത്ത പണി. അതെ. അപ്പോൾ മക്കൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, മക്കളൊരു എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടായി തുടങ്ങിയാൽ അമ്മമാരെ അച്ഛന്മാരെ നമ്മൾ ജോലിക്ക് വിടാതെ വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് അതായത് മാത്രമല്ല അവർക്ക് വേണ്ട കെയർ കൊടുക്കുക, അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കുക. കാര്യം അവർ നമ്മുടെ കുട്ടിക്കാലത്ത് അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടവരെ വളർത്തിയത് എന്നുള്ളൊരു ചിന്ത വേണം. അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവർക്ക് സ്നേഹം കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള സന്തോഷം, അവർക്ക് എന്ത് കാര്യത്തിനും സാധിച്ചു കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച്, അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ അടുത്ത് ചോദിച്ച് എന്ത് ആഗ്രഹമാണ് എല്ലാം സാധിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മാതാപിതാക്കളെ മുതിർന്നവർ അവരുടെ മരണശേഷമായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റിഗ്രറ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു അവസരം നമ്മുടെ കയ്യിലുള്ളപ്പോൾ എന്തിന് നമ്മൾ അവസാന ശ്വാസം വരെ നമ്മൾ അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്തിനുണ്ടാക്കണം? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രായമായ അച്ഛനും അമ്മയും ഒരിക്കലും ഒരു ജോലിക്ക് പോലും വിടാതെ നമ്മൾ വീട്ടിലിരുത്തി കെയർ കൊടുക്കുക, അവരെ സ്നേഹം കൊടുക്കുക. വീട് സ്വർഗമായിരിക്കണം. അവർക്ക് തോന്നണം ഞാൻ സ്വർഗത്തിലാ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ മദറിലൂടെ പറഞ്ഞു കിടക്കും, അമ്മയ്ക്ക് മാല വാങ്ങിച്ചു തരട്ടെ, അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ പോകണോ? അപ്പം അമ്മ പറയും, നീ എന്നെ ഒന്ന് ശല്യം ചെയ്യാതെ അടങ്ങിയിരിക്കാവോ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള 2 സാധനങ്ങളേ ഉള്ളൂ, ഒന്ന് മുറുക്കാനും പിന്നെ എന്തായിട്ടാ ഒന്ന് ഐസ്ക്രീം. അത് വാങ്ങിച്ചു കൊടുത്താൽ ഭയങ്കര ഹാപ്പിയാണ്. അല്ലാതെ എന്താ പറയാ, അപ്പം നമ്മുടെ പേരൻസിന്റെ ആഗ്രഹങ്ങളൊക്കെ അറിഞ്ഞതൊക്കെ സാധിച്ചു കൊടുക്കാം മക്കളെ. അവരെ ഒരു സമയത്ത് അവർ നഷ്ടപ്പെടുമ്പോൾ പിന്നെ എൻ്റെ അമ്മ അവസാന കാലം വരെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അവസാന കാലം വരെയും കിടന്ന് കഷ്ടപ്പെട്ടതാണ്, എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം നമുക്കൊരിക്കലും ഉണ്ടാവരുത്. ടീച്ചറമ്മ ആനന്ദ കണ്ണുനീരാണ് കേട്ടോ, സന്തോഷം കൊണ്ടാണ് കരയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേര് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ പേരൻസ് ഒരു ജോലിക്കും ഇനി അവരെ ഞാൻ വിടില്ല. അതായത് അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്തോട്ടെ. പക്ഷേ തീരെ ആരോഗ്യമില്ലാതെ ഒന്നുപോലെ നിൽക്കാൻ വയ്യാത്ത പലരും പല ഹാർഡ് വർക്കും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ സങ്കടം വരാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. ബൈ ബൈ, ലവ് യു.